ഇന്നത്തെ നമ്മുടെ റെസിപ്പി വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല മൊരിഞ്ഞ ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കോളിഫ്ലവർ വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കോളിഫ്ലവർ ഞാൻ വേർപ്പെടുത്തി എടുത്തിട്ട് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ, നല്ലത് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അല്ലെങ്കിൽ ഉപ്പും തിളച്ച വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടും കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ചമല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കരിഞ്ഞൊന്നും പോവാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയിട്ട് ഒന്ന് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ജീരകമൊക്കെ വറുത്തതിൻ്റെ മല്ലിയും വറക്കുമ്പോൾ നല്ലൊരു മണമാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി ഇതാ ചതച്ചെടുത്തിട്ടുള്ള മിക്സി ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/3 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി നമ്മൾ പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പാകത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ ഇതിലേക്ക് നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് കായപ്പൊടിയും അല്പം മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതാ ഇവിടെ കോളിഫ്ലവർ ആ ഒരു വെള്ളമൊക്കെ കളഞ്ഞിട്ട് കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം പിന്നെ വെള്ളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ അല്പം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ആവരുത്. നമുക്ക് ഈ ഒരു കോളിഫ്ലവറിന്റെ മുകളിൽ ഒരു കോട്ടിംഗ് ആയിട്ട് കിട്ടണം കേട്ടോ. ആ ഒരു രീതിയിലാണ് ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അല്പം മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് കോളിഫ്ലവറിന്റെ മസാലയും കോളിഫ്ലവറും കൂടെ കിട്ടേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. കാരണം ഈ കോളിഫ്ലവറിന്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം. അപ്പോൾ കുക്കായി കഴിയുമ്പോൾ മുകളിലേക്ക് പൊങ്ങി വരും. ആ ഒരു സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് പുറം ഭാഗം കൂടെ മൊരിച്ചെടുത്തിട്ട് ശേഷം നമുക്കിത് എടുക്കാം. പിന്നെ നമ്മളിത് ഹൈ ഫ്ലെയിമിൽ ആദ്യം തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുറം ഭാഗത്തുള്ള മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉൾഭാഗം വേവില്ല കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു കളറൊക്കെ ആയിട്ട് ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നാൽ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കത് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടിപൊളി സ്നാക്കാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. വൈകുന്നേരങ്ങളിൽ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം കേട്ടോ. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അതിന് പറ്റുന്ന നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.